ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് തൃക്കരിപ്പൂരിലുള്ള ഒരു പാർക്കിലേക്കാണ് കേട്ടോ. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു 1 മന്ത് ആയതേ ഉള്ളൂ. വീലാൻഡ് പാർക്ക് എന്നാണ് പാർക്കിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ പിക്ചേഴ്സ് ആയാലും വീഡിയോസ് ആയാലും ഒക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു മിനി വീഗാലാൻഡ് ഫീലാണ് അവിടെയുള്ളത്. കാരണം നമ്മൾ ഇത്രയും ഒരു ചെറിയ ടൗണിൽ ഇത്രയും ഒരു ചെറിയൊരു സംവിധാനം കൊണ്ടത് വലിയൊരു നമ്മളെ കൊണ്ട് സംബന്ധിച്ചിടത്തോളം നമുക്ക് വീഗാലാൻഡിലൊക്കെ പോകുക എന്ന് പറയുന്നത് വലിയൊരു അതിശയമുള്ള സംഭവം. അപ്പോൾ അതൊരു മിനി വീഗാലാൻഡ് പോലെ നമ്മുടെ നാട്ടിൽ തന്നെ തുടങ്ങിയത് ഭയങ്കര സന്തോഷമുണ്ട്. 1 മന്ത് ആയി തോന്നുന്നു ഇതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട്. മാർച്ച് 30 എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ആയത്. പക്ഷേ എന്തോ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് പോകാൻ പറ്റിയില്ല. നമ്മളിപ്പോഴാണ് അതുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മളെത്തി. ഇവിടെ പാർക്കിംഗ് സൗകര്യമായിട്ട് വേറെ തന്നെ ആക്കിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നിട്ടാ. വ്ളോഗ് എടുക്കേണ്ട ഒരു രീതിയിലല്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ ഒന്നും തയ്യാറായില്ല. അപ്പം ഞാൻ നേരെ ഡയറക്റ്റ് നീലേശ്വരത്ത് വരുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ജസ്റ്റ് ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പാർക്കിംഗ് സൗകര്യം നമുക്കെന്തോ ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻട്രി തന്നെ ഭയങ്കര നൈസാണ് കേട്ടോ. കാണാൻ എന്താ പറയുക, ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് ഒരു കിടക്കുന്ന ഒരു ഫീലാണ്. ടിക്കറ്റ് കൗണ്ടറിൽ പ്രകാശ് ചേട്ടൻ വെയിറ്റിംഗ് ആണ്. നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് എൻട്രി ഫീസ് 100 ആണ്. അതായത് 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഫീസ്. ചെറിയ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണെന്ന് തോന്നുന്നു കേട്ടോ. 4 വയസ്സിന് മുകളിലാണ് ടിക്കറ്റ് എടുക്കേണ്ടത് കുട്ടികൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിനി അകത്തേക്ക് കിടക്കാം. വാവ്, എൻട്രി നൈസാണ് കേട്ടോ. എൻട്രി തന്നെ അവർ ഭയങ്കരമായിട്ട് നൈസായിട്ട് ആക്കിയിട്ടുണ്ട്. കാണാനും ഭയങ്കര രസമാണ്. ആ ഒരു പാലത്തിൻ്റെ മുകളിൽ അടിയിലെ വാട്ടർ പോകുന്നുണ്ടോ, ഒരു ബ്രിഡ്ജ് പോലെ ആക്കിയിട്ടാണ് എൻട്രിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും പുഴയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പുഴയുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു സംവിധാനം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് എനിക്കൊന്നും ആൾക്കാർ അധികം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരുപാട് ആൾക്കാർ ഇവിടെ കിട്ടുകയും ചെയ്യും. അവർക്ക് അത്രയും നല്ലൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയറും ഫുള്ള് നൈസ്, ഒരു പീസ്ഫുൾ ഏരിയ ആണ് നമ്മുടെ ഇവിടെ തൃക്കരിപ്പൂർ. അപ്പോൾ എല്ലാവർക്കും വരാനും സൗകര്യമാണ്. അതുപോലെ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻട്രി ഭയങ്കരമായിട്ട് രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാവ്, അതിനുള്ളിലായാലും ഭയങ്കര വിശാലമായിട്ടാണ്. ഒരുപാട് ആൾക്കാരൊക്കെ ഒന്നിച്ച് വന്നാലും അധികം തിരക്കൊന്നും അറിയില്ല. കാരണം അത്രയ്ക്കും നല്ലോണം ഏക്കറിലാണ് ഇവരിത് സംഭവം ചെയ്തിട്ടുള്ളത് തോന്നുന്നു. കാരണം ഒരുപാടുണ്ട്. കാരണം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ കയറുമ്പോൾ തന്നെ കണ്ടോ ഇങ്ങനെ പരന്ന് എന്തൊക്കെയാണ് കാണുക. 2 to 3 hours സ്പെൻഡ് ചെയ്യാനുള്ളത് ഉണ്ടാവണം എന്നാണ് തോന്നുന്നത്. ഓരോന്നായിട്ട് എങ്ങനെ നോക്കി പോകേണ്ടി വരും അതിനുള്ളിലേക്ക്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാശി സത്യം പറഞ്ഞാൽ ഇങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അവൻ്റെ നോട്ടം പറ്റ അവിടെ കിഡ്സിൻ്റെ പ്ലേ പാർക്കിലേക്കാണ്. അപ്പോൾ എന്തായാലും അവനിവിടെ വന്നത് തന്നെ പാർക്കിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ ചിന്തയിലാണ്. സോ അവൻ്റെ അച്ഛനും കൂടി ഇങ്ങനെ മുന്നിൽ നടക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ വഴിയിലൂടെ പോയാൽ അവൻ അവിടെ നിൽക്കും. പിന്നെ അവിടെ നിൽക്കേണ്ടി വരും നമ്മൾ. അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലൂടെയാണ് നമ്മൾ നടന്നത്. ഓരോന്ന് കാണാൻ വേണ്ടി കണ്ട് പോവാം.
ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു പാർക്കിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ റീഫിൽ ടവറിൻ്റെ ആ ഒരു മാതൃകയിൽ ഇവിടെ ആക്കിയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നിട്ട് എടുക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ഫോട്ടോസ് ആയാലും നല്ല നൈസാണ് കേട്ടോ. നമ്മൾ ഫോട്ടോസ് 1-2-3 ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ എവിടെയോ പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ വേറൊരു കാര്യം സ്പെഷ്യലായിട്ട് പറയാനുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്യണമെങ്കിൽ പറ്റിയൊരു പ്ലേസാണ്. കാരണം ഇപ്പുറം പാർക്കാണെങ്കിലും ഈ ഒരു സൈഡ് നമ്മുടെ പുഴയുടെ സൈഡിൽ ഇരുന്നിട്ട് അവിടെ കുറേ നല്ല ചെടികളും അവരൊരുമാതിരി എന്തൊക്കെയോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടിന് എല്ലാവർക്കും നോക്കിക്കോ, ഇവിടെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഫുള്ളും നല്ലൊരു പീസ്ഫുള്ളായ പ്ലേസാണ്. സോ നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടിന് വരാൻ പറ്റിയ ഒരു ഏരിയ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഫോട്ടോഷൂട്ട് വരുന്നുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ അതുപോലെ ലീവുള്ള ദിവസങ്ങൾ നിങ്ങൾ അധികം വരാതിരിക്കുക. കാരണം അത്രയും ആൾക്കാരുണ്ടാവും, നിങ്ങൾക്കത് അതുപോലെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ വർക്കിംഗ് ഡേയ്സിലൊക്കെ ഈവനിങ്ങിലൊക്കെ വന്ന് ഫോട്ടോസ് എടുക്കുകയാണ് ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് വരാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഓരോന്നിന് ഫീസ് ഉണ്ട് കേട്ടോ. അപ്പുറം ഞാൻ വരുന്ന സമയത്ത് ഞാനൊരു 12D ഫിലിമിൻ്റെ ഒരിത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഉള്ളിലേക്ക് പോകുന്ന ഒരു പേടിപ്പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, ലൈസറൊക്കെ വെച്ചിട്ട്. അതിൻ്റെ നമ്മൾ ലാസ്റ്റ് കാണാം, നമ്മൾ കയറിയിട്ടില്ല, പിന്നെ കാണാം. അവിടെയൊക്കെ പൈസ കോംബോ ആയിട്ട് 170 തോന്നുന്നു. 2 രൂപ രണ്ടും കയറാൻ വേണ്ടി ചോദിച്ചപ്പോൾ രണ്ടും കൂടി 170 രൂപ എന്നാണ് പറഞ്ഞു. അപ്പോൾ ഇതിനുള്ളിൽ ഓരോന്നിനും കയറാൻ വേണ്ടിയിട്ട് 100 അങ്ങനെ പൈസ ഉണ്ട്. ഓരോന്നിലായിട്ട് കയറണമെങ്കിൽ അത്യാവശ്യം ഓരോന്നോരോന്ന് പൈസ കൊടുക്കണം വേറെ തന്നെ. എങ്കിലും കുഴപ്പമില്ല, കുറേ ഏരിയയിൽ ഫ്രീ ആണ്. കുട്ടികൾക്കൊക്കെ ഉള്ള പാർക്കിൽ അതിലൊക്കെ ഫ്രീ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഇവിടുത്തെ പ്രത്യേകത തോന്നിയത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്ലൈഡറും കാര്യങ്ങളൊക്കെ ഒരു പ്രീമിയം ക്വാളിറ്റി, ഇത് പ്രീമിയം ലുക്കിലാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ്. കാരണം നമ്മളിപ്പോൾ ഓരോരോ പാർക്കിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാനും അങ്ങനെയൊക്കെയാണ് ഉള്ളതെങ്കിൽ പോലും ഇവിടെ ഒരു കാണുമ്പോൾ നമുക്ക് ആ വാവ് എന്നുള്ള ആ ഒരു ഗുഹയിൽ ഇങ്ങനെ തിരിഞ്ഞ് വന്ന് സ്ലൈഡ് ചെയ്യുക, അതൊക്കെ ഭയങ്കര രസമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാശിയും ഭയങ്കര ത്രില്ലിലായിരുന്നു. കാരണം അവന് ഇങ്ങനെയൊക്കെ സ്ലൈഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഓനും ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്, അവനത് എൻജോയ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ കളിയുടെ അടുത്ത് എങ്ങനെയെല്ലാം അവനെ കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്കുമ്പോഴാണ് കാശി ഐസ്ക്രീം കഴിക്കുന്നത് കണ്ടത് ഒരു കുട്ടീരെ. അങ്ങനെ അവൻ ഐസ്ക്രീമിന് വാശി പിടിച്ച് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനി ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് കിഡ്സിൻ്റെ തന്നെയാണ്. കിഡ്സിൻ്റെതാണ്, വലിയവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയാണ്. വാട്ടർ തീം പാർക്ക് പോലെ ഒരു അത് ഇന്ന് ക്ലോസ്ഡ് ആയിരുന്നു. ഇന്നല്ല, അവിടെ എന്തോ വെള്ളത്തിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതെന്തോ ഫിൽറ്റർ ചെയ്യണം. സോ ഇന്ന് ഓപ്പൺ ആയിരുന്നില്ല. ഇനി അത് ഒരു 1 വീക്കിനുള്ളിൽ ആദ്യം ഓപ്പൺ ആവും തോന്നുന്നു. കാരണം അത് നമ്മുടെ വാട്ടർ തീം പാർക്ക് പോലെ വീഗലാൻഡിലൊക്കെ കാണുന്ന പോലെ നമ്മൾ സ്ലൈഡ് ചെയ്ത് അങ്ങ് വെള്ളത്തിൽ വീഴുന്ന ഒരു സംവിധാനമാണ്. കിഡ്സിനും ഉണ്ട്, വലിയവർക്കും ഉണ്ട്. നല്ല അടിപൊളിയാണ് സംഭവം. പിന്നെ ഇവിടെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. അതും രാവിലെ 11 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് ഇവിടെ ടൈമിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നൈറ്റാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ നല്ലത്. ഒരു 7 മണിക്ക് തൊട്ട് അവർ പാട്ടും പിന്നെ എന്താ പറയുക ലൈറ്റിംഗ് ഒക്കെ ആയി ഭയങ്കര രസമായിരുന്നു. എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടത് ഈ വെള്ളം കണ്ടോ, നമ്മുടെ മൈസൂർ വൃന്ദാവനിൽ പോയാൽ ഉണ്ടാവുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ഒരു കണ്ടോ, ഭയങ്കരമായിരുന്നു അതിൻ്റെ ലൈറ്റിങ്ങും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഭവം. അതുപോലെ ഒരുപാട് സ്റ്റൈലായിട്ട് വെള്ളത്തിൻ്റെ ഡാൻസിങ്ങൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് കുറേ നേരം നല്ല പീസ്ഫുള്ളായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി എന്നുള്ളതാണ്. കാശി അതെന്തോ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. വണ്ടർ അടിച്ചിട്ട് അതിങ്ങനെ ഡാൻസ് ചെയ്യുന്നതും അതിൻ്റെ ലൈറ്റിങ് മാറുന്നതൊക്കെ ഭയങ്കര എനിക്കെന്തോ ഭയങ്കര രസമായിരുന്നു.
ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, ഇനി നമ്മൾ ആദ്യം കണ്ടില്ല ഒരു 12D ഫിലിമിൻ്റെതും അതിനപ്പുറത്തുള്ള ഗുഹയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ കുറേ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ വ്യൂ ചെയ്തിട്ട് തന്നെ ഇതിൽ കാണുന്നത് പോലെ കണ്ടിട്ട് കാര്യമില്ല. ഡയറക്റ്റ് നിങ്ങൾ ഫസ്റ്റ് ടൈമെങ്കിലും നിങ്ങൾ നേരിട്ട് എന്ത് പറയണം, അത് എക്സ്പീരിയൻസ് ചെയ്യുക. ഭയങ്കര പക്ഷേ ഞാൻ തന്നെ പേടിച്ചു. ഒറ്റത്തവണ പോകുമ്പോൾ കാശിയിൽ ഞാനും നമ്മളിപ്പോൾ പോകുമ്പോൾ നമ്മളോട് ഒരു വേറെ കുട്ടിയും കൂടി ഉണ്ട്, 2 കുട്ടികളായിരുന്നു, കാശിയും വേറെ കുട്ടിയും. അപ്പോൾ അവർ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവർ പേടിച്ച് അത്രയും പേടിപ്പെടുത്തുന്ന സംഭവം ഫസ്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ബെറ്ററാണ്. നല്ല രസമായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല കാശി ഇതിന് പുറത്തെത്തിയ ഒരുപാട് കരച്ചിലായിരുന്നു. അത് നിങ്ങൾ വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇനി ഇത് കഴിഞ്ഞിട്ട് കയറിയത് 12D ഫിലിമിലാണ്. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും വീഡിയോ ഇടാൻ വേണ്ടി പറ്റില്ല, കാരണം നമ്മൾ ഓൾറെഡി 3D ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണല്ലോ കാണുന്നത്. അതുകൊണ്ട് എനിക്കിത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. നിങ്ങളിതും നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഗൈസ്. അപ്പോൾ ഇതും ഭയങ്കര സൂപ്പറായിരുന്നു. കാശി എന്ത് കാണാനിരിക്കുന്നേ? സിനിമയാ? പേടിയുണ്ടാ? ഇല്ല അല്ലേ?
നേരത്തെ പിടിച്ചിനോ? തരും തരും തരും. ഗൈസ്, അപ്പോൾ നമ്മൾ വീലാൻഡ് പാർക്കിൽ പോയിട്ട് മടങ്ങുവാണ്. കാരണം പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് നടന്ന് റിട്ടേൺ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ കാറിൽ കയറിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തൃക്കരിപ്പൂർ എനിക്ക് തോന്നുന്നു ഒരു മിനി വീഗലാൻഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വെച്ചാൽ വാട്ടർ തീം പാർക്കിൻ്റെ വാട്ടറിൻ്റെ ആ ഒരു സംവിധാനം ഉണ്ട്. അതുപോലെ തന്നെ കിഡ്സിൻ്റെ ഏരിയ എല്ലാം ഉണ്ട്. ഒരുവിധം എന്താ പറയുക ഫിലിംസിൻ്റെ 3D ആയാലും ഒരുപാട് കാണാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 2 to 3 hours ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അഫോർഡബിൾ റേറ്റുമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കയറി വരേണ്ടതാണ്. തൃക്കരിപ്പൂരാണ്, വെള്ളാപ്പ് റോഡിലാണ് വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും വന്ന് ഒരു തവണയെങ്കിലും കാണാമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ.